നമസ്കാരം. 30 മീറ്റർ മതി എന്നുള്ള ഒരു പൊതുജന വികാരവും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ വികാരവും ചാനൽ മനസ്സിലാക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വർഗത്തിലേക്കുള്ള പാത ഇടുങ്ങിയതല്ലേ? സംശയിക്കേണ്ട, അയാൾ തന്നെ തലയിൽ മുടിയുണ്ടെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ പാതയ്ക്ക് 45 മീറ്റർ വീതി വേണമെന്നുള്ള ശാഠ്യം ഫണ്ടമെന്റലിസം അല്ലേ? ആ ഫണ്ടമെന്റലിസം അല്ലല്ലോ ജനാധിപത്യത്തിന് ആവശ്യം. അതുകൊണ്ട് നമ്മുടെ നാടിനെയും സമൂഹത്തെയും പാതയെയും ജന ആവാസ വ്യവസ്ഥയും മനസ്സിലാക്കിയിട്ടാവട്ടെ വികസനം. വികസനം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ കുരുക്കിൽപ്പെട്ടു പോകരുത്. വികസനം നമുക്ക് വേണം, ന്യായമായ വഴി. നീതിയും ജീവിതവും ജനങ്ങളും മുഖ്യം തന്നെയാണ്. എന്താ ക്യാപ്സൂൾ? ഇന്നായിരുന്നെങ്കിൽ അരുൺകുമാർ എവിടെ പോയിരുന്നേനെ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അയാൾ പറഞ്ഞ ക്യാപ്സൂൾ കണ്ടോ? സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലോ. ഇവിടെയും അതുപോലെ ഇടുങ്ങിയ വഴികൾ മതി. ഇവിടുത്തെ ആവാസ വ്യവസ്ഥയൊക്കെ നോക്കണം. അതൊക്കെ നോക്കിയിട്ടുള്ള വികസനം മാത്രം മതി. അതിനാൽ ദേശീയപാതകൾക്ക് 30 മീറ്റർ മതി, അതാണ് ജനങ്ങളുടെ താല്പര്യം എന്ന രീതിയിലാണ് അയാൾ അന്ന് അവതരിപ്പിച്ചത്. അന്ന് അയാൾ ഏത് മാധ്യമത്തിലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നുകൂടി നോക്കുക. മീഡിയ 1 എന്ന ചാനലിലായിരുന്നു. ഇനി ഇതേ മനുഷ്യന് ഇന്ന് തലയിൽ ഒറ്റ മുടിയില്ല. അയാളുടെ നിലപാട് കൂടി ഒന്ന് കേട്ടു നോക്കുക. വികസന പാതകൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള 9 റീച്ചുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 2 മാസം കൂടിയെടുത്ത പണി പൂർത്തീകരിച്ചാൽ ഇവിടെ പോരട്ടെ, അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന ലോക നിലവാരത്തിലുള്ള പാത മലബാറിന് തുറന്നു കിട്ടും. മലബാറിന്റെ യാത്രാക്ലേശങ്ങൾക്ക് ഇനി പരിഹാരം. എങ്ങനെയുണ്ട്? അക്ഷരം തെറ്റാതെ ഇതിനൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഉളുപ്പില്ലാത്ത മാപ്ര. അതിനും കൂടിയ എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അതാണ് ഇവരെയൊക്കെ വിളിക്കേണ്ടത്. കമ്മ്യൂണിസം ബാധിച്ചിരിക്കുന്ന എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു മനോരോഗത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ നിലപാടില്ലായ്മ. അല്ലെങ്കിൽ പണ്ട് പറഞ്ഞത് പിന്നീട് വിഴുങ്ങുന്ന, ഛർദ്ദിച്ചത് വാരി തിന്നുന്ന ഈ പ്രവണത. അയാൾ അന്ന് എന്താണ് പറഞ്ഞു വെച്ചത് എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. കൃത്യമായിട്ട് പറഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ 2ാമത്തെ ഭരണകാലയളവിൻ്റെ അവസാന സമയത്ത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കുമായിട്ട് ദേശീയപാത 45 മീറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പോയി. പക്ഷേ കേരളത്തിൽ അന്ന് പ്രതിപക്ഷത്തിരുന്ന ഇടതുപക്ഷം അതിനെ എതിർത്തു. ജനങ്ങളുടെ താല്പര്യം ഇതാണ് എന്ന തരത്തിൽ അവർ ചില നരേറ്റീവുകൾ കൊണ്ടുവന്നു. എന്നിട്ട് ചില മാധ്യമങ്ങളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ദേശീയപാത 45 മീറ്റർ ആയാൽ ഇവിടെ എന്തോ വലിയ കുഴപ്പങ്ങൾ സംഭവിക്കും എന്ന തരത്തിൽ വ്യാപക പ്രചരണമൊക്കെ കൊടുത്ത് അതിന് തടഞ്ഞു. അത് 30 മീറ്റർ ആക്കി. ആ കത്ത് കണ്ട് ആ കത്ത് വായിച്ച് മൻമോഹൻ സിംഗ് അന്ന് നിർത്താതെ ചിരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നേ വരേണ്ടിയിരുന്ന ദേശീയപാതയുടെ വികസനം ആരാണ് തടഞ്ഞത്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, അതിൻ്റെ കൂടെ കൂട്ടുനിന്ന ഈ മൊട്ട അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് അവിടെ ഭരണം മാറി, ആർജവമുള്ള നിലപാടുള്ള പുതിയ സർക്കാർ വന്നു. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അവരാദ്യം പഠിച്ചു. ഇവിടുത്തെ പ്രശ്നം മുൻകാലങ്ങളിൽ അത് കേന്ദ്ര സർക്കാരാവട്ടെ സംസ്ഥാന സർക്കാരാവട്ടെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് മതിയായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുമോ എന്നുള്ള ആദിയായിരുന്നു ജനങ്ങൾക്ക്. അത് കേവലം അവർ വിചാരിച്ചതിൽ അല്ലെങ്കിൽ സ്വപ്നം കണ്ടതിനേക്കാൾ കൂടുതൽ നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട്, അതും എത്രയും വേഗത്തിൽ കൊടുത്തുകൊണ്ട് നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അത് സാധിച്ച കാഴ്ചയാണ്. അത്ഭുതത്തോടെയാണ് കേരളം കണ്ടത്. പിന്നീട് നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഇന്നുണ്ട് കേരളത്തിലെ ദേശീയപാതകൾ ഏത് രീതിയിൽ വികസിക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം 30 മീറ്ററിലേക്ക് കടുംപിടുത്തം പിടിച്ച്, അതായത് അരുൺകുമാറിനെ പോലെയുള്ള മാധ്യമപ്രവർത്തകരെ കൊണ്ടുപോലും പറയിച്ചിട്ട് നട്ടാ കിളുക്കാത്ത നുണകളും കള്ളങ്ങളും ക്യാപ്സൂളുകളും ഇറക്കി അന്ന് എന്തൊക്കെ വിചിത്രമായിട്ടുള്ള വാദന്യായങ്ങൾ നിരത്തിയാണ് അതിനെ തടഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയുണ്ട്. അവിടെ നിന്ന് മതിയായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് സ്ഥലം ഏറ്റെടുത്ത് കോടാനുകോടികൾ ചെലവഴിച്ച് ഇന്ന് കാണുന്ന രീതിയിൽ ദേശീയപാത വികസിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ കെട്ടിയതുകൊണ്ട് മാത്രം മന്ത്രിയായ മുഹമ്മദ് റിയാസാണ് അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുന്നിൽ നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അവർ തന്നെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരാണല്ലോ. അപ്പോൾ പണ്ടേ കാണ്ടാമൃഗത്തിനെ തോൽപ്പിച്ചിട്ടുള്ള തൊലിക്കെട്ടിയുള്ള ടീമുകളാണ്. അവരെ അങ്ങോട്ട് മാറ്റി നിർത്താം. ഈ മാപ്രകളെ നോക്കുക. അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്? അതും മീഡിയ 1 പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ അന്ന് ഇറക്കിയ ക്യാപ്സൂളാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണല്ലോ. ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലോ കേരളം. അതിനാൽ ഇവിടെയും വികസനം വേണ്ട, ഇടുങ്ങിയ റോഡുകൾ മതി എന്ന ക്യാപ്സൂൾ. അന്ന് അത് വിശ്വസിക്കാനും ആളുണ്ടായിരുന്നു. പിന്നീട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയുമൊക്കെ ആർജവത്തോടെ നിന്നുകൊണ്ട് മാത്രം ഇന്ന് കാണുന്ന ദേശീയപാതകൾ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നു. പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് പോലും അവർക്ക് കൊടുക്കാതെ അവരിൽ നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി മരുമകനും ടീമും രാപ്പകൽ അധ്വാനിക്കുന്ന കാഴ്ചയാണ്. അധ്വാനിക്കുന്നത് ഈ ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടല്ല, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് തള്ളാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം. ഈ സത്യം ജനങ്ങളൊക്കെ കുറച്ച് പേരെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വളരെ കഷ്ടപ്പെട്ട് പണ്ട് ഇവന്മാർ പറഞ്ഞിട്ടുള്ള ഓരോ സാധനങ്ങളും ഇങ്ങനെ കുത്തിപ്പൊക്കി നമ്മൾ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്.